ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ ഒരു വ്ളോഗ് ഇട്ട് തുടങ്ങുന്നത്. ഇന്ന് വ്ളോഗ് ഇട്ട് തുടങ്ങാനായിട്ട് 2 റീസണുണ്ട്. അതായത് നമ്മൾ ഇന്നൊരു നമ്മുടെ ചാനലിലോട്ടൊരു പോഡ്കാസ്റ്റ് സൊറപറ എന്ന് പറയുന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആരംഭം, അതേപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതല്ലാണ്ട് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വേറെ ചാനൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൽ ഇൻ്റർവ്യൂ വിശ്വാസങ്ങളും കൂടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലൂടെ പങ്കുവെക്കുന്നത്. ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും പരിപാടികളും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ് ഇപ്പം നമ്മുടെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഷെബിൻ, BRC, സോ ഇവരുടെ ഇന്ന് നമ്മൾ തുടങ്ങുന്ന സീരീസ് സറവറ. സോ നമുക്കിനി നേരെ പോഡ്കാസ്റ്റിലോട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മളെ ഇൻ്റർവ്യൂവിൻ്റെ എടുക്കുന്നവരുടെ വിശേഷങ്ങളിലൂടെ പോകാം. പോഡ്കാസ്റ്റ് ഷൂട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അതെ, നമ്മളങ്ങനെ സൊറപറ സീരീസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് പാട്ട് കേട്ടോ, വഴിയാത്രക്കാരുടെ റിയാക്ഷൻ നമുക്ക് കേൾക്കാം ഷെബിന്റെ പാട്ടിലൂടെ. എന്തോ അങ്ങനെ ഷെബിന്റെ ഒക്കെ പാട്ട് കേട്ടിട്ട് ഒരു പാട്ട് പിന്നെ കോട്ടയം ഇതൊക്കെ ഒരു വൈബല്ലേ? പുതുപ്പള്ളി പാലൂപ്പടി എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആയിഷ പാലൂർ പാലത്താറ്റിൽ ഹൗസ് അതായത് പാലത്താറ്റിൽ എന്ന് പറഞ്ഞാല് ഞാൻ അവരുടെ ഓർമ്മക്ക് എന്റെ വീട്ടിൽ പേര് പാലത്താറ്റിൽ നിന്നാക്കിയതാ. ആയിഷ എന്റെ കൂട്ടുകാരിയാ, നാരായണൻ എന്ന് പറയും. അവിടെ വർക്ക്ഷോപ്പ് നടത്തി കൊണ്ടുവന്ന വെച്ചാളാ. ആ പാലത്താറ്റിൽ ബസ് സ്റ്റോപ്പിൽ തന്നെയുള്ള വീട്. അവള് ട്രാവൽ ഏജൻസി നടത്തണ്ട അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതന്നെ. അവിടെ ഒരു ട്രാവൽ ഏജൻസി നടത്തണ്ട. അവിടെ സൗദിയിലായിരുന്നു. ആയിഷ എന്ത് ചെയ്യേ? ആയിഷ ഒരു പിടിപാടുമില്ല. ഞാൻ കല്യാണം നിങ്ങൾ ഒരുമിച്ച് ആയിഷയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ? ആയിഷ ലവല്ലേ? ആയിക്കോട്ടെ, ഞാൻ 13 കൊല്ലം സൗദിയിലുണ്ട്. ആയിഷ ലവർ ആയിരുന്നോ? കാമുകിയായിരുന്നോ? അതുകൊണ്ടാണോ? അപ്പം വേണ്ട, എന്താ പരിപാടി? അതൊന്നും അത് കഴിഞ്ഞു. അച്ഛന്റെ ഉള്ളിലെ ആ കാമുകനെ വിളിച്ചല്ലോ. അച്ഛന്റെ ഉള്ളിലെ ആ കാമുകനെ. അതെ, അച്ഛൻ പാട്ട് പാടും ആയിഷയ്ക്ക് വേണ്ടി. ആ കാലത്തൊക്കെ മൂളിട്ടുള്ളല്ലോ, ഒന്ന് മൂളിട്ടെങ്കിലും പോകും. അതെ, ആയിഷയ്ക്ക് വേണ്ടി ഇപ്പൊ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞാൽ അച്ഛൻ ഏത് പാട്ട് പാടും? പഴയ പ്രേമഗാനങ്ങൾ. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തി നിറയെ പൂവുണ്ട്, പൂപറിക്കാൻ പോരാമോ പെൺകുയിലെ പെണ്ണാളെ. അച്ഛൻ കാവലി പോയാലി, അമ്മ വിരുന്നിന് പോയാലി, ആടിപ്പാടാൻ പോരാ ഞാൻ ആൺകുയിലെ പെണ്ണ. കേട്ടിട്ടുണ്ടത്? കേട്ടിട്ടില്ല, പക്ഷെ അടിപൊളി പാട്ട്. അപ്പൊ ഈ പാട്ട് നമ്മുടെ അച്ഛൻ നമ്മുടെ ആയിഷയ്ക്ക് വേണ്ടിട്ട് പാടിയതാ. ആയിഷ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛന്റെ അടുത്തിട്ട് ആയിഷ എങ്ങാനും ഇപ്പൊ കിട്ടോ? ആയിഷനെ ഇപ്പൊ കണ്ട അച്ഛൻ അല്ലേ? ആയിഷ ഇപ്പൊ കണ്ട അച്ഛൻ കെട്ടിയിരിക്കും. ഒന്നും നോക്കത്തില്ല. അവിടെ ഏത് ACPയുടെ ഭാര്യയാണെങ്കിലും കേട്ടിരിക്കും. അച്ഛൻ വിളിച്ച ആയിഷ ഇറങ്ങി വരും. പിന്നല്ലാതെ പല്ല് പോയി നോക്കണോ, പല്ലിയെ വെക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആയിഷ നമ്മുടെ അച്ഛന്റെ പേരെന്നാ? ബാലകൃഷ്ണൻ. നമ്മുടെ ബാലകൃഷ്ണൻ ഇവിടെ ആയിഷയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ആയിഷ ഇത് കാണുന്നുണ്ടെങ്കിൽ 73 വയസ്സ്. അന്നൊരു 17-18 വയസ്സാകുമ്പോ പ്രേമിച്ചു തുടങ്ങി ആയിഷ മോളെ. ബ്രേക്കപ്പ് ആയി. ഞാൻ പോട്ടെ, ഞാൻ ചെമ്മീനില് മധു പോണ പോലെ പോയി. ആയിഷ തേച്ചോ അച്ഛനെ? തേച്ചെന്നല്ല, മെഴുകി കളഞ്ഞു.
സമാധാനമായില്ലേ? കണ്ടതിലും പാടിയതിലും ഒക്കെ സന്തോഷം. പിന്നെ പുതുപ്പള്ളി വന്നാൽ നമുക്ക് പുതുപ്പള്ളി കാണാം. ഏത് എവിടെ വീട് എവിടെ പോകും? ഞാൻ വൈറ്റില്ല പ്രോപ്പർ. കല്യാണം കഴിച്ചല്ല, 3 സെന്റ് സ്ഥലമുണ്ട്, വീടുണ്ട്. അല്ല, അഡ്രസ്സിന്റെ കേസ് എങ്ങനെയായിരുന്നു പറഞ്ഞു? ആയിഷയുടെ വീട്ടുപേര് ആയിഷയുടെ വീട്ടുപേര് പാലത്താറ്റ്. അവിടെ ഒരു കടയുണ്ട് പാലത്താറ്റ്, ബസ് സ്റ്റോപ്പിൽ തന്നെ. ഞാൻ വീട് വെച്ചതിന് പേര് തരുന്നത് പാലത്താറ്റ്. അവരോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ഇന്നും സ്നേഹമുണ്ട്. അതുണ്ട്. ഇന്ന് വന്നാലും കെട്ടുമെന്ന്. അത്ര ഒറ്റ മൈൻഡ്. ഇപ്പൊ കിട്ടിയാലും കൊടംപുളി പോലെ ആയാലും വേണ്ടൂല, ഞാൻ കെട്ടിയിരിക്കും. അതാണ് ട്രൂ ലവ് ആണ്. അച്ഛന്റെ ട്രൂ ലവ് ആയിരുന്നു അല്ലേ? പോട്ടെ മോളെ. Okay. നമസ്തേ. Okay. എക്ക അവിടെ തന്നെയാണോ? പുൽപ്പള്ളി തന്നെയാണോ? ഓക്കേ. അപ്പൊ ഗൈസ്, അച്ഛൻ പാട്ട് പാടിയതിലും അച്ഛൻ്റെ ഐഷ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ഇനി വരാതിരിക്കാൻ നല്ലത്. വന്നാൽ സ്വീകരിക്കും, കെട്ടുമെന്നല്ലേ പറഞ്ഞു. കെട്ടണമെന്നുണ്ട് ആഗ്രഹം. ആ ഒരു ആഗ്രഹം കിടക്കുമല്ലേ? എങ്ങാനും ഐശിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ വർക്ക്? ഞങ്ങൾ ബിരിയാണി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? എന്നാലും ബിരിയാണി വിളമ്പിയാ അതെ അതെ, കിട്ടിയാ തിന്നാലോ. അതെ. ബൈ. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, എന്റെ വണ്ടി അവിടെ ടാറ്റാ. അപ്പൊ സന്തോഷം. ഇങ്ങനെയുള്ള ഒരെണ്ണം 4 ഒന്നിച്ച് കിട്ടിയതിൽ സന്തോഷം ഉണ്ടല്ലോ. 4 സ്റ്റാർ. ടാറ്റാ. ഞാൻ അടുത്ത ബാറ് നോക്ക്. ഓക്കെ. പിന്നെ അപ്പൊ കാണാം. അപ്പൊ കാണാം. ഗൈസ്, ഇപ്പൊ ഒരു ട്രൂ ലവ് പ്രായത്തെ പോലും ഭേദിച്ച്, പണ്ടത്തെ ആ ഒരു യഥാർത്ഥ ട്രൂ ലവ് ആണ് നമ്മളിപ്പോ കണ്ടത്. അതെ, ഇപ്പോഴും ആ പുള്ളി, ഒരാളോടുള്ള ഇഷ്ടം കൊണ്ട് കല്യാണം പോലും കഴിക്കാതിരിക്കുന്നു. ഇപ്പോഴും ആ പുള്ളി പറഞ്ഞില്ലേ, കോടംപുള്ളി പോലെ. കോട്ടംപുള്ളി പോലെ ഞാൻ അവളെ കിട്ടും. എസ്ഐയുടെ ഭാര്യയാണ്. വെല്ലുവിളി. അതെ, റിവെഞ്ച്. അതാണ് ഒന്നാണ് ഐഷ, നിങ്ങൾ ഈ മനുഷ്യരെ തേച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ. അത് നിങ്ങളുടെ റിഗ്രറ്റ് അടിക്കുന്ന സാധനം. എന്നാലും എന്റെ ആയിഷ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ അച്ഛൻ്റെ അടുത്തോട്ട് പോവാ. പുള്ളി വെയിറ്റിംഗിലാണ്. 73 വർഷമായി. 17ാമത്തെ വയസ്സ് തുടങ്ങിയ പ്രേമത്തെ അയാൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. 73. ആ പുള്ളി വീട്ടുപേര് പോലും ആ രീതിയിൽ ഇട്ടേക്കുന്നത്. അതൊന്നും അല്ലെന്ന്. ആ കാർഡ് എടുത്ത് വെച്ചേക്കുന്നുണ്ടോ? ആ, ഞങ്ങൾ ഇങ്ങനെ വഴിയിൽ പാട്ടും പാടി സംസാരിച്ച് ഷൂട്ടും കഴിഞ്ഞ് നിന്ന ടൈമിലാണ് കണ്ടത്. ഇനിയിപ്പോ നമ്മള് നേരെ ഇവിടുന്ന് ഇങ്ങനത്തെ ആൾക്കാര് കിട്ടാന്നൊക്കെ പറഞ്ഞ ആയിഷ, യു മിസ്ഡ് എ ജെം. ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് യു മിസ്ഡ് എ ജെം. അതെ, ബൈ ദ ബൈ. ഗായ്സ്, ഞങ്ങൾ ഇനിയിപ്പം ഇവിടുത്തെ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത ടീം ആദ്യമായിട്ടാണ് എന്നെയും അതെ, ഞങ്ങളൊക്കെ ഇവരൊക്കെ ഞങ്ങളിപ്പോ സെലിബ്രിറ്റീസ് ആയി. അപ്പൊ ഞങ്ങളെ ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂ അങ്ങോട്ട് വിളിക്കുന്നത്. ഞാൻ ഇഷ്ടംപോലെ പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നെ ആരും ചെയ്തിട്ടില്ല, ഞാൻ ആരും ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇവളേതാ, അതിന് നമുക്ക് വഴി അറിയാം. അതെ, ഇവള് ഞങ്ങളുടെ പൂക്കിയാണ്. അല്ലേ? ഇവിടെ പിന്നെ 2 പൊറോട്ട ബീഫ് മാറ്റി കൊടുത്താലും ഒരു ഇല്ലാണ്ട് ഒന്ന് കരയാനും ഒന്ന് ചിരിക്കാനും മാത്രം അറിയാതെ കൊച്ചു. നമ്മൾ അതുകൊണ്ട് ചോദിച്ചു അല്ലേ? ഞാൻ ഇൻവെർട്ടർ ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഷൂട്ടിന്റെ അവിടെ ചെന്നിരിക്കാം. നമ്മള് ക്യാബ് വെയിറ്റ് ചെയ്തിരിക്കാം. നല്ല ലേറ്റ് ആയി. അവര് 1 മണിക്ക് കിടക്കണം. ഇപ്പൊ 1:30 ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ ചെന്ന് ചരിത്രമില്ല. സോ ഞങ്ങൾ ഇനി ക്യാബ് വന്നിട്ട് നേരെ ക്യാബിൽ കയറി പോണം. സോ അവിടെ ചെന്ന് നമ്മളിങ്ങനെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നിടത്തോട്ട് വന്നിരിക്കുകയാണ്. എന്താണ് പറയാറുള്ളത്? എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈം ആണ്. അവര് ചോദിക്കും ആരാന്ന്, ഞാനും ചോദിക്കും ആരാന്ന്. നിങ്ങളൊക്കെ ആരാന്ന്, ഞാനൊക്കെ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയും? ആളെപ്പാട് ഇവരെ മാത്രം അറിയാം. സോ ഗൈസ്, വി ആർ വെയിറ്റിംഗ്. ഹായ് അംജു, വാടാ. ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ്. അതെ, പിന്നെ അങ്ങനെ 1-2 വീഡിയോ എഡിറ്റ് ചെയ്ത് അതും നല്ലോണം റീച്ചായി. അങ്ങനെ ലൈവിക്ക് ഒരു ദിവസം ഞാൻ പാട്ട് പാടി. ഗൈസ്, അങ്ങനെ നമ്മള് ഗാലറി വിഷന്റെ ഇന്റർവ്യൂ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ബിഎച്ചിയുടെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള അല്ലാണ്ട് നമ്മളെ ആരും ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. അതെ, അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു അവസരം കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല ടീം കേട്ടോ. നമുക്ക് ടെൻഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അങ്ങോട്ട് കൂളായി. അതൊക്കെ എന്റെ കൈ ഇങ്ങനെ വിറച്ചിരുന്നേ. നമ്മള് നല്ല അടിപൊളി പാട്ടൊക്കെ പാടി ഉഷാറാക്കി. നല്ല രസമുണ്ടായിരുന്നു. അപ്പം സംഭവം ഉടനെ ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ അത് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി ഇത് തീരുമാനമില്ല, ഇന്നത്തെ പരിപാടി തീരുമാനമില്ല. ഇന്നത്തെ പരിപാടി ഇനി
നമ്മൾ വൈകിട്ട് സുഭാഷ് പാർക്കിൽ ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം സ്റ്റാർട്ട് ആകാൻ പോകുന്നു. അതെ, ഇനി നമ്മുടെ കുറച്ചുകൂടെ പ്രോഗ്രാം സ്റ്റാർട്ട് ആകാൻ പോകുന്നേ ഉള്ളൂ. കൊച്ചി മച്ചാനാണ് ബ്രോ. അതിന് വേണ്ടിയിട്ട് കുറേ പിള്ളേർ സുഭാഷ് പാർക്കിലൊക്കെ ഒരു വെയിറ്റ് ചെയ്യും. ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക് അവിടെ എല്ലാവരും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൂടെ കാണിക്കാം. അപ്പൊ ഗൈസ് ശരി, നമുക്ക് സുഭാഷ് പാർക്കിൽ ചെന്നിട്ട് ഗൈസ് നമ്മളിവിടെ നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി. ഇന്നിനിയും നമ്മളിവിടെ ഫുൾ ഓണാക്കും സുഭാഷ് പാർക്ക്. പ്രണവന്റെ പാട്ടൊക്കെ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗൈസ്. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ, എന്നീലമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ, ഇന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോൾ മഴങ്ങു പോകരുതേ വാർമഴവില്ലേ, മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റേ. किसी से भी मिलने की न की थी कोशिशें, ഉൽജൻ മേരി ആ 40 പേരും കുമരം കൊണ്ട് കപ്പലാഞ്ചി മൊഞ്ചൊന്നു കാണുവാൻ, ഒപ്പനയ്ക്കു നീ കൂടുവാൻ, മൈലാഞ്ചി മൊഞ്ചൊന്നു കാണുവാൻ, എത്രമാത്രം എന്നാഗ്രഹങ്ങളെ മൂടി വെച്ചുവെന്നോ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ട്. വെൽക്കം ബാക്ക്. അങ്ങനെ നല്ല ഇന്നത്തെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ലുലുവിലോട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ കാണാം ഇവളെ ഞാൻ 5 വർഷത്തിന് ശേഷമാണ് ഗൈസ് ഇപ്പൊ കാണുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മികച്ച ഒരു ഇതായിരുന്നു ഇത്. പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? പിള്ളേര് സൂപ്പർ. ഞാൻ പോകുന്നില്ല, ഞാൻ അവിടെ നിൽക്കാം. ഇവനെ പറ്റി പൊക്കി പറയാനായിട്ടൊന്നും ഇല്ല, എന്നാലും ഒന്നും പറയുന്നില്ല. അങ്ങോട്ട് മാറി നിൽക്കുമോ? എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? പരിപാടി ആസ് യൂഷ്വൽ അടിപൊളി സെറ്റ്. വെൽക്കം ബാക്ക്. ഞാൻ ട്രിവാൻഡ്രത്തെന്നാണ്. നോയൽ ഇവനെ പിന്നെ അറിയായിരിക്കും എന്റെ വ്ളോഗിൽ എല്ലാവർക്കും. സോ ഇവിടെ എങ്ങാണ്ട് ബിയും കൂടെ ഉണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഇനി അവളെ തപ്പിപ്പിടിക്കലാണ് അടുത്ത ഞങ്ങളുടെ ടാസ്ക്. ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ല. എക്സ്പീരിയൻസ് കാരണം ഞങ്ങളിപ്പോ ഒരു 7 പേരൂടെ കയറാൻ പോവാണ്. ഞങ്ങൾ ഇതിൽ കയറാൻ പോകുന്നത് അതൊന്നും കിട്ടിയില്ല. ഇവിടെ കാണിക്കേ കൈയൊന്നും നിൽക്കുന്നില്ല. വീഡിയോയിലല്ല ഗൈസ്, ആൾക്കാരാണ് ഗൈസ്. നൈസ് എക്സ്പീരിയൻസ്. ചത്ത് അടുത്ത ചത്ത് അടുത്ത ആളും പറഞ്ഞ് എണ്ണിട്ടു. ഓക്കെ വാ എണ്ണിക്ക്. അടുത്ത പിള്ളേരെ ചവിട്ടും. ഗൈസ് അങ്ങനെ നമ്മളിവിടെ ലുലു മാളിലെത്തിയപ്പോൾ നമ്മുടെ ആറാട്ടൻ്റെ കണ്ടിട്ടുണ്ട്. എന്താണ് പരിപാടി? സുഖമായിട്ടിരിക്കണം? കുഴപ്പമില്ല. ഒരു സിനിമ കാണാൻ വന്ന ഏതാ? അവ്യതം. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്?
എന്നാലും ഇന്നലെ ഫെമിനിസ്റ്റ് പാർട്ടി 2 നല്ല പടങ്ങളാണ്. ഫെമിനിസ്റ്റും കണ്ടു. അത് നല്ല പടമാണ്. ചെറിയ ലോ ബഡ്ജറ്റ് ഫിലിം സ്റ്റാർസ് നല്ല കണ്ടന്റുള്ള പടങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഫെമിനിസ്റ്റ് പാർട്ടി ഒരുപാട് ഫിലിം ഫെസ്റ്റിൽ പോയ ഫിലിമാണ്. ആഹാ. ഇങ്ങനത്തെ ചെറിയൊരു പടങ്ങളാണ് നല്ലത്. ഗൈസ് അങ്ങനെ ആരാട്ടണ്ണൻ്റെ റിവ്യൂ കൂടെ നമ്മുടെ ബ്ലോഗിലിടയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 2 ഷോയും കണ്ടിറങ്ങിയുള്ളൂ. അതെ, ഫെമിനിസ്റ്റ് പാർട്ടി ഇന്നലെ കണ്ടു. ഇന്നലെ കണ്ടു. പിന്നെ അവ്യത. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ഒറിജിനൽ ആറാട്ടണ്ണനെ കണ്ടു. ഇനിയിപ്പോൾ ആറാട്ടോട്ടൻ ലൈറ്റ്. അപ്പൊ ഗൈസ് നമ്മള് അവിഹിതം കാണാൻ വന്നതാണ്. പക്ഷേ അവിഹിതം പറ്റാത്ത അവിഹിതം പോരാ. അതിനകത്ത് നായകമായ സെക്സിയാണ്. സെക്സിയല്ല. അപ്പൊ നമ്മള് അവിഹിതമുള്ള പടം നമ്മൾ തിരയുന്നുണ്ട്. അവിഹിതമായിട്ടുള്ള പടം നോക്കുന്നുണ്ട്. അപ്പൊ അവിഹിതമായിട്ടുള്ള പടങ്ങൾ നിങ്ങൾ ഇനി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ മരിച്ചോടാ. അതല്ല ഇവിടെ എവിടെ ആറാട്ടണ്ണനോട് അപ്പൊ നമ്മള് അവിഹിതം പോയി ഗൈസ്. ഗൈസ് ഇതൊന്നും അല്ല ഇവിടുത്തെ വലിയ സംഭവം. ഇവിടെ 0 ഗ്രാവിറ്റിയിൽ കയറി അറുമതിച്ചിട്ട് ഒരാൾ ചത്ത് കിടപ്പുണ്ട്. നമുക്ക് ഇനി അവനെ കാണാം. പോലീസ് പട്ടാളത്തിന്റെ ചപ്പിളി മാന്തൻ. ഇവൻ അതിനകത്ത് ചത്ത് കിടക്കുന്ന എന്റെ ഇതിനകത്തുണ്ട്, വീഡിയോക്കകത്തുണ്ട്. അങ്ങനെ സുഭാഷ് പാർക്കിലെ പരിപാടി, ലുലു മാളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. സോ പുതിയൊരു വ്ളോഗുമായിട്ട് അടുത്ത ദിവസം കാണാം.